മോസ്റ്റ് പവർഫുൾ ടോപ്പിക് ഇൻ ദ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. സി എൻ്റെ എസ്എമ്മിനകത്ത് ഈ ഒരു ഏരിയക്കകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇനി കാണാൻ കഴിയുകയാണെങ്കിൽ വളരെ റയറായിരിക്കും അത്. ഓക്കെ ആണോ? അപ്പോൾ അത്രയും ദ മോസ്റ്റ് ആൻഡ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ യുവർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് മൈക്കിൾ പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ അല്ലെങ്കിൽ മൈക്കിൾ പോർട്ടേഴ്സ് സ്ട്രാറ്റജി. അപ്പോൾ മൈക്കിൾ പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരാൾ ആരാണ്? ഇതൊരു വ്യക്തിയാണോ? ഇതൊരു വ്യക്തിയാണ്. മൈക്കിൾ പോർട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാണ്. ഫാദർ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദറായിട്ടാണ് ഇദ്ദേഹത്തെ പുള്ളിക്കാരനെ ട്രീറ്റ് ചെയ്യണത്. മൈക്കിൾ പോർട്ടർ, സ്പെല്ലിംഗ് തെറ്റരുത്, മൈക്കിൾ അല്ലേ, മൈക്കിൾ പോർട്ടർ. അതിൻ്റെ ഷോർട്ടാണ് എന്ത്? പോർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൈക്കിൾ പോർട്ടർ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫാദർ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. പുള്ളിക്കാരൻ്റെ അഭിപ്രായത്തിൽ, ഇപ്പോൾ ഞാൻ പറയുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന മൈക്കിൾ പോർട്ടർ പുള്ളിക്കാരൻ്റെ അഭിപ്രായത്തിൽ അല്ലെ എൻ്റെ അഭിപ്രായത്തിൽ അവൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഒരു 2 തിയറി രൂപീകരിച്ചു. അതിൽപ്പെട്ട ഒന്നാമത്തെ തിയറിയാണത് മൈക്കിൾ പോർട്ടർ എന്ന് പറയുന്ന ഫാദർ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞിട്ട് കുറേ സ്ട്രാറ്റജികൾ പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ സ്ട്രാറ്റജികൾ അല്ലേ. ആ സ്ട്രാറ്റജികൾ നമുക്ക് 3rd ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ആ സ്ട്രാറ്റജി നമുക്ക് അവിടെ പഠിക്കാനുണ്ട്, 3rd ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഒന്നാമത് മൈക്കിൾ പോർട്ടർ ക്രിയേറ്റ് ചെയ്ത് എന്താ നോക്കി ഫസ്റ്റ് പക്ക ബേസ് നോക്കണേ. ബേസ് തറവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് മൈക്കിൾ പോർട്ടർ, നമുക്ക് ഷോർട്ടാക്കി എന്ത് വിളിക്കാം? പോർട്ടർ എന്ന് വിളിക്കാം അല്ലേ. പോർട്ടർ അല്ലേ, മൈക്കിൾ പോർട്ടർ അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? പോർട്ടർ എന്ന് വിളിക്കാം. മൈക്കിൾ പോർട്ടർ എന്ന് വിളിക്കാം അല്ലേ. പോർട്ടർ ഞാൻ എന്ത് കൊടുത്തു? പോർട്ടർ എന്ന് കൊടുത്തു. ഓക്കെ, പോർട്ടേഴ്സ്. മൈക്കിൾ പോർട്ടർ ആരാണ്? ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് SM അല്ലേ, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയാണ് പോർട്ടേഴ്സ്. ഇദ്ദേഹം എന്ത് ചെയ്തു? 2 തിയറി രൂപീകരിച്ചു. 2 കോൺസെപ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അതിൽപ്പെട്ട ഫസ്റ്റ് കോൺസെപ്റ്റാണ് എന്ത് ചെയ്തു? മൈക്കിൾ പോർട്ടർ ഇദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് സ്ട്രാറ്റജികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ട്രാറ്റജി അല്ലേ. ഈ സ്ട്രാറ്റജി ആരുണ്ടാക്കിയതുള്ളത്? ഈ സ്ട്രാറ്റജി ഉണ്ടാക്കിയത് മൈക്കിൾ പോർട്ടർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പുള്ളിക്കാരൻ്റെ പേരന് എന്തിനു കൊടുത്തു? ആ സ്ട്രാറ്റജിക്ക് കൊടുത്തു അല്ലേ. മൈക്കിൾ പോർട്ടർ. ഓക്കെ, മൈക്കിൾ പോർട്ടേഴ്സ് സ്ട്രാറ്റജി, മൈക്കിൾ പോർട്ടേഴ്സ് ജനറിക് സ്ട്രാറ്റജി എന്നാണ് പറയുക അതിൻ്റെ പേര്, ജനറിക് സ്ട്രാറ്റജി. ഇത് നമുക്ക് എവിടെ പഠിക്കാനറിയോ? ഇത് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങളുടെ 3rd ചാപ്റ്ററിലാണ്. അത് നമ്മൾ എവിടെ പറയും? 3rd ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, ഇനി രണ്ടാമത് ഇയാൾ കൊണ്ടുവന്നത് എന്താ? ജനറിക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ജനറിക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ജനറൽ, എല്ലാവർക്കും യൂസ് ചെയ്യാം. നിങ്ങളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണോ, പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകുന്ന ആളാവട്ടെ, ഓൾറെഡി ഒരു ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാവട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ഇനി ബിസിനസ് പൂട്ടിപ്പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് മൈക്കിൾ പോർട്ടേഴ്സ് ജനറിക് സ്ട്രാറ്റജി. അതുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് പേരിട്ടു? തൻ്റെ പേര് മൈക്കിൾ പോർട്ടർ എന്ന് പറഞ്ഞ എൻ്റെ പേര് ജനറിക്, എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി, മൈക്കിൾ പോർട്ടേഴ്സ് ജനറിക് സ്ട്രാറ്റജി. ഓക്കെ ആണോ? ഇത് നമ്മൾ അവിടെ പഠിക്കും, നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിക്കും. ഇനി നമുക്ക് രണ്ടാമത്തത് പുള്ളിക്കാരൻ കൊണ്ടുവന്നത് ഒരു കോമ്പറ്റേറ്റീവ് ഫോഴ്സുകളാണ്. കോമ്പറ്റേറ്റീവ് ഫോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. പുള്ളിക്കാരൻ രണ്ടാമത്തെ തിയറിയാണത് കോമ്പറ്റേറ്റീവ് ഫോഴ്സ് അല്ലേ. ഇതാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? നമുക്ക് നമ്മുടെ 2nd ചാപ്റ്ററിനകത്തോട്ട് പഠിക്കാനുള്ളത്. ഇതിൻ്റെ പേരാണത് 5 ഫോഴ്സ് മോഡൽ, 5 ഫോഴ്സസ് മോഡൽ. പറഞ്ഞുതരാം കേട്ടോ, നിങ്ങൾക്കൊന്നും അറിയില്ല, ബട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. രണ്ടാമത് മൈക്കിൾ പോർട്ടർ കൊണ്ടുവന്ന രണ്ടാമതൊരു തിയറിയാണത് 5 ഫോഴ്സ് മോഡൽ. എന്താണ് സാറേ 5 ഫോഴ്സ് മോഡൽ? ഇപ്പോൾ എന്ത് മനസ്സിലായി? മൈക്കിൾ പോർട്ടർ 2 തിയറി കൊണ്ടുവന്നിട്ട് മനസ്സിലായി അല്ലേ. ഒന്ന്, അദ്ദേഹം സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. സ്വാഭാവികം, പുള്ളിക്കാരൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഹെഡാണ് അല്ലേ, ഫാദറാണ്. അപ്പോൾ മൂപ്പർ എന്തുണ്ടാകും? സ്ട്രാറ്റജി ഉണ്ടാക്കും. രണ്ടാമത് മൂപ്പർ ഉണ്ടാക്കി എന്താണ്? 5 ഫോഴ്സ് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ 5 മീൻസ് 5 അല്ലേ. 5 ഫോഴ്സ് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ഏരിയ മാത്രം. അപ്പോൾ നിങ്ങൾ ഇതിൽ മാത്രം നോക്കിയിരുന്നാൽ മതി കേട്ടോ. ഈ ഒരു ഏരിയ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുള്ളൂ, മൈക്കിൾ പോർട്ടേഴ്സിൻ്റെ 5 ഫോഴ്സ് മോഡലുകൾ. ഓക്കെ, ഇത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുള്ളൂ. ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഇത് നമ്മൾ 3rd ചാപ്റ്റർ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ 3rd ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യും, മൈക്കിൾ പോർട്ടേഴ്സിൻ്റെ ജനറിക് സ്ട്രാറ്റജി. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് രണ്ടിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ കളർ മാറ്റി പിടിക്കാം. ഓക്കെ, നോക്കാം. ഇനി ഒരു പുതിയൊരു പേജ് ഓപ്പൺ ആക്കാം. ഓക്കെ, ഇനി എന്താണ് മൈക്കിൾ പോർട്ടേഴ്സിൻ്റെ ഈ ഒരു സംഭവം 5 ഫോഴ്സ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും മനസ്സിലായിക്കോ, പക്ക ബേസാണ്. ഓക്കെ, ഞാൻ എൻ്റെ ആക്ഷൻ കൂടി നോക്കണേ, പക്ക ബേസാണ്. ഓക്കെ, മൈക്കിൾ പോർട്ടർ പുള്ളിക്കാരൻ പറയുകയാണെ, നീ ഒരു മാർക്കറ്റിലോട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത്, നീ പുതിയൊരു ബിസിനസ് മാർക്കറ്റിലോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത്, ആ മാർക്കറ്റിൽ ആരുണ്ടാവും? നീ എന്ത് ബിസിനസ്സാണോ ചെയ്യാൻ വേണ്ടി പോണത്, നിൻ്റെ അതേ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് ആ മാർക്കറ്റിലുണ്ടാവും. എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല. നീ എന്ത് ബിസിനസ്സാണോ ചെയ്യാൻ വേണ്ടി പോണത്, അതേ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് ആ മാർക്കറ്റിലുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കോമ്പറ്റീറ്റേഴ്സ്.
ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഇനി പുതിയ ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ മാർക്കറ്റിൽ ഒരുപാട് പേരുണ്ടാവില്ലേ. ഓക്കെ, ഇനി പറയുകയാണ് നീ എന്തായാലും ആരെ ഫേസ് ചെയ്യേണ്ടി വരും? കോമ്പറ്റീറ്റേഴ്സിനെ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ, കോമ്പറ്റീറ്റേഴ്സിനെ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ, അഭിപ്രായത്തിൽ മൈക്കിൾ പോട്ടർ പറയുകയാണ്, എൻ്റെ അഭിപ്രായത്തിൽ നീ ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ പോയിന്റ്, നീ ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ, രണ്ടാമത്തത് നീ ഓൾറെഡി ഒരു മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒന്നാമത് നീ ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത് നീ ഓൾറെഡി ആ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നീ എന്ത് ചെയ്യും? നീ ബിസിനസ് തുടങ്ങില്ലേ, നീ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കുറേ പ്രഷർ ഉണ്ട് അവിടെ, നീ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരുപാട് കോമ്പറ്റീറ്റീവ് പ്രഷർ ഉണ്ട് അല്ലേ. നീ പുതിയൊരു ബിസിനസ് കൊണ്ട് പോവുകയാണെങ്കിൽ നിനക്ക് അത്ര സിമ്പിളാവില്ല. നീ മാർക്കറ്റിലോട്ട് ഇറങ്ങിയാൽ അവിടെ മുതൽ നിൻ്റെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നീ ഒരുപാട് കോമ്പറ്റീറ്റീവ് പ്രഷർ നീ ഫേസ് ചെയ്യേണ്ടി വരും. എന്താ, തൻ്റെ എതിരാളികൾ ഒരുപാട് പേരുണ്ടല്ലേ, അവരിൽ നിന്ന് നീ എന്ത് ഫേസ് ചെയ്യേണ്ടി വരും? ഒരുപാട് കോമ്പറ്റീറ്റീവ് പ്രഷർ നീ എന്ത് ചെയ്യേണ്ടി വരും? ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നീ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള കോമ്പറ്റീഷൻ ഏതൊക്കെയാണ് അല്ലേ? നീ ഒരു മാർക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ നീ അവിടെ നിന്ന് അനുഭവിക്കാൻ വേണ്ടി പോകുന്ന, അവിടെ നീ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന 5 ടൈപ്പ് ഓഫ് അല്ലെ 5 ഫോഴ്സ് കോമ്പറ്റീഷൻ ഉണ്ട്, അല്ലെങ്കിൽ 5 ഫോഴ്സ് പ്രഷർ ഉണ്ട് അല്ലേ. 5 ഏരിയയിൽ നിന്ന് നീ എന്ത് അനുഭവിക്കും? പ്രഷർ അനുഭവിക്കും. ഏതൊക്കെയാണ് 5 പ്രഷർ? അതാണ് നമുക്ക് ഇന്ന് രണ്ടാമതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ മൈക്കിൾ പോട്ടേഴ്സ് പറയാണ്, പുള്ളിക്കാരൻ്റെ അഭിപ്രായത്തിൽ എന്തുണ്ട്, ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകുന്ന ഒരാളോ ഓൾറെഡി ഒരു ബിസിനസ്സിനകത്തുള്ള ഒരാളോ ആണെങ്കിൽ പുള്ളിക്കാരൻ 5 ഏരിയക്കകത്തുനിന്ന്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 5 ഏരിയക്കകത്തുനിന്ന് പുള്ളിക്കാരൻ എന്ത് ഫേസ് ചെയ്യും? ഒരുപാട് ഫോഴ്സ്, എന്താ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ, ഫോഴ്സ് എന്ത് ചെയ്യും അല്ലേ, എവിടെ നിന്ന്? കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ നിന്ന് എന്ത് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഒരുപാട് 5 ഫോഴ്സ് എന്ത് ചെയ്യും? പ്രഷറുകൾ അല്ലേ ഏൽക്കാൻ ചാൻസ് കൂടുതലാണ്. ഏതൊക്കെയാണ് ഏരിയ അല്ല? അപ്പോൾ ഇയാളുടെ അഭിപ്രായത്തിൽ, മൈക്കിൾ പോട്ടേഴ്സിൻ്റെ അഭിപ്രായത്തിൽ, പുതിയൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാവട്ടെ അല്ലെങ്കിൽ ഓൾറെഡി മാർക്കറ്റ് രംഗത്തുള്ള ആളാവട്ടെ, പുള്ളിക്കാരന് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കോമ്പറ്റീഷൻ ഏതൊക്കെയാണ്? കോമ്പറ്റീഷൻ അല്ലേ. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഒന്നാമതായിട്ട് പറയാണ്, മൈക്കിൾ പോട്ടർ പറയാണ്, നീ ഒന്നാമതായിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ത്രെട്ടാണ്. ഭീഷണി, ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്. എന്താ ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ? നീ ഫോർ എക്സാമ്പിൾ, ഞാൻ എന്താ പറഞ്ഞത്, ഒരു പുതിയൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളാവട്ടെ അല്ലെങ്കിൽ ഓൾറെഡി മാർക്കറ്റിനകത്തുള്ള ആളാവട്ടെ അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി മാർക്കറ്റിനകത്തുള്ള ആളാണ്. ഞാൻ കാലിക്കറ്റ് ടൗണിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ. ഞാൻ ചപ്പൽ ബിസിനസ്, ഫുട്വെയർ അല്ല, നമ്മൾ ചെരുപ്പ്, ഷൂ അല്ലേ, അപ്പോൾ അതിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഒന്നാമത് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത്? ഫുട്വെയറിൻ്റെ ബിസിനസ് ആണ് അല്ലെ, ചപ്പൽ അല്ലെങ്കിൽ ഫുട്വെയർ, ഷൂവിൻ്റെ ബിസിനസ് ആണ് അല്ലേ. അതേ ബിസിനസ്സുമായിട്ട് വേറെ ഒരാൾ മാർക്കറ്റിലോട്ട് കടന്നു വരും, ന്യൂ എൻട്രൻസ്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ തൊട്ടപ്പുറത്ത് പുതിയൊരു ബിസിനസ് വരും. അതെനിക്ക് ഭീഷണിയാണോ അല്ലേ? യെസ്, അതെനിക്ക് ഭീഷണിയാണ്. എൻ്റെ സെയിൽ കുറയും, എൻ്റെ പ്രോഫിറ്റ് കുറയും അല്ലേ, എൻ്റെ കച്ചവടം കുറയും. അതെനിക്ക് ഭീഷണിയാണ്. അതാണ് ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്. നീ ഒന്നാമതായിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്. നീ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് അതേ ബിസിനസ് ചെയ്യുന്ന വേറെ ആൾ നിൻ്റെ മാർക്കറ്റിലോട്ട് കടന്നു വരും. ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്, പുതിയൊരു എൻട്രൻസ് വരും, പുതിയൊരു ബിസിനസ് കൊണ്ട് ഒരാൾ വരും. അതാണ് ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. ഓക്കെ, ഒരാൾ വന്നോട്ടെ, വരണ്ടൊക്കെ അവൻ്റെ ഇഷ്ടം. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യും? എൻ്റെ സെയിൽ എത്രത്തോളം കുറയും? എൻ്റെ സെയിൽ കുറഞ്ഞാൽ എന്ത് കുറയും? എൻ്റെ പ്രോഫിറ്റും കുറയും അല്ലേ. അപ്പം ഞാൻ എന്ത് വില കൊടുത്തും, ഞാൻ പറയുന്ന ആക്ഷൻ ആയിക്കോട്ടോ, ഞാൻ പറയുന്ന സെൻറ്റൻസ് നോക്കിക്കോട്ടോ, ഞാൻ പറയുന്ന മലയാളം നോക്കിക്കോട്ടോ, ഞാൻ എന്ത് വില കൊടുത്തും ഞാൻ അവനെ തടയും. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഞാൻ ശ്രമിക്കും, അവനെ തടയാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. അവൻ ഇങ്ങോട്ട് വരരുത് അല്ലേ, അവൻ ഇങ്ങോട്ട് എൻട്രി കിട്ടരുത്, മാർക്കറ്റിലോട്ട് എൻട്രി കിട്ടരുത്. അവന് എൻട്രി ഞാൻ തടയും അല്ലേ, ഞാനത് തടയും. അവൻ്റെ എൻട്രി ഞാൻ എന്ത് ചെയ്യും? തടയാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ മൈക്കിൾ പോട്ടർ പറയാണ്, നീ ശ്രമിച്ചോ അല്ലേ, നിനക്ക് എങ്ങനെയൊക്കെ തടയാൻ പറ്റും? ഒരാൾ മാർക്കറ്റിലോട്ട് പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നിനക്ക് എങ്ങനെയൊക്കെ അവനെ തടയാൻ പറ്റും? അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ബാരിയേഴ്സ് ടു എൻട്രി. എന്താ ബാരിയർ എന്ന് പറഞ്ഞാൽ? തടസ്സം സൃഷ്ടിക്കുക. ബാരിയേഴ്സ് ടു എൻട്രി. പുതിയ ഒരാൾ ബിസിനസ്സിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തടസ്സം സൃഷ്ടിക്കാം. ഒരുപാട് ബാരിയേഴ്സ് ടു എൻട്രി ആര് പറയുന്നുണ്ട്? ഈ പറയുന്ന മൈക്കിൾ പോട്ടർ പറയുന്നുണ്ട്. ഒരു 7-8 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൈക്കിൾ പോട്ടേഴ്സ് 1 by 1 ആക്കി നമുക്ക് ലിസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിനക്ക് എന്ത് ചെയ്യാം? തടസ്സം സൃഷ്ടിക്കാം അല്ലേ. നീ തടഞ്ഞോ? ഇങ്ങനെയൊക്കെ നിനക്ക് ബാരിയേഴ്സ് ടു എൻട്രി, ഒരുപാട് ബാരിയേഴ്സ് ടു നമുക്ക് പഠിക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? തടസ്സം സൃഷ്ടിക്കാം എന്ന് ആരെന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്? മൈക്കിൾ പോട്ടർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ. അപ്പോൾ മൈക്കിൾ പോട്ടർ പറയാണ്, ഒന്നാമത്തെ പ്രശ്നം ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് ആണ് അല്ലേ. അപ്പോൾ ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് ഒരു നമുക്ക് എന്ത് ചെയ്യാം? അവനെ തടയണം അല്ലേ. ഇങ്ങനെയൊക്കെ നമുക്ക് തടയാം എന്ന് ബാരിയേഴ്സ് ടു എൻട്രി ക്രിയേറ്റ് ചെയ്യാം. അതും ആര് പറഞ്ഞു തരുന്നുണ്ട്? ഈ പറയുന്ന മൈക്കിൾ പോട്ടർ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റിൻ്റെ ബേസ് ലെവൽ മനസ്സിലായില്ലേ? ബേസ് ലെവലാണ്, നമ്മൾ ചാപ്റ്ററിലോട്ട് കടന്നിട്ടില്ല. ഓക്കെ, ഇനി രണ്ടാമതൊരു പോയിന്റാണ്. രണ്ടാമത് മൈക്കിൾ പോട്ടർ പറയാം, രണ്ടാമത് നീ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അല്ലേ, ബാർഗെയിനിങ് അല്ലേ. ബാർഗെയിനിങ്, വില പേശും.
ഇനി ഒരു കട തുടങ്ങിയാൽ എന്ത് ചെയ്യും? വിലപേശും. ബാർഗെയിനിങ് പവർ ഓഫ്. ആരൊക്കെ വിലപേശും? ബാർഗെയിനിങ് പവർ ഓഫ്. ഒന്ന് നിൻ്റെ കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി വരുന്ന ബയ്യേഴ്സില്ലേ, അവർ നിന്നോട് വിലപേശും. ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് എന്ത് ചോദിക്കും? ഇതൊന്ന് വില കുറച്ച് തരുമോ എന്ന് ചോദിക്കും. അവർ വിലപേശും. നിൻ്റെ ബയ്യേഴ്സ് നിന്നോട് വിലപേശും. ഓക്കെ, ബയ്യേഴ്സ് മാത്രമാണ് വിലപേശുക? ഇല്ല. ആരൊക്കെ വിലപേശും? ഇനി മൂന്നാമത് പറയാണ് ബാർഗെയിനിങ് പവർ ഓഫ്. ഇനി മൂന്നാമത് ആരും വിലപേശില്ല. ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലൈസ്. സപ്ലൈസ് എന്ത് ചെയ്യും? നിന്നോട് വിലപേശും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് സപ്ലയർ. എൻ്റെ ഷോപ്പാണ് ഫുട്വെയർ കമ്പനി അല്ലേ. എൻ്റെ ഒരു ഫുട്വെയർ കമ്പനി എൻ്റെ ഷോപ്പാണ്. എൻ്റെ ഷോപ്പിലോട്ട് എനിക്ക് ആരാണോ സാധനങ്ങൾ ഇറക്കി തരുന്നത് അവരാണ് എൻ്റെ സപ്ലൈസ്. ഓക്കെ ആണോ? എൻ്റെ സാധനങ്ങൾ എൻ്റെ ഷോപ്പിലോട്ട് എനിക്ക് ആരാണോ സാധനങ്ങൾ ഇറക്കി തരുന്നത്, കമ്പനിയിൽ നിന്ന് സാധനം ആരാണോ എൻ്റെ ഷോപ്പിലോട്ട് ഇറക്കി തരുന്നത് അവരാണ് സപ്ലൈസ്. അവരും എന്നോട് എന്ത് ചെയ്യും? വിലപേശാൻ തുടങ്ങും. അവരും ടൈറ്റ് കാണിക്കും, വിലപേശും. അപ്പോൾ ബയ്യേഴ്സും വിലപേശും, സപ്ലൈസും വിലപേശും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്കിനി ഇവിടെ പഠിക്കാനുള്ളത് എന്തറിയോ? ഏതെല്ലാം സിറ്റുവേഷനിലാണ് ബയ്യേഴ്സ് നിങ്ങളോട് വിലപേശുക, എപ്പോഴൊക്കെയാണ് സപ്ലൈസ് നിങ്ങളോട് വിലപേശുക? ഇതാണ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ബാർഗെയിനിങ് പവർ ഓഫ്? അതല്ല എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. ഏതെല്ലാം സിറ്റുവേഷനിലാണ് ഒരു ബയ്യർ നിങ്ങളോട് വിലപേശുക, ഏതെല്ലാം സിറ്റുവേഷനിലാണ് ഒരു സപ്ലയർ നിങ്ങളോട് വിലപേശുക? ഇതാണ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത് പറഞ്ഞത് ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലൈസ് പറഞ്ഞു, പിന്നെ ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സും പറഞ്ഞു. ഓക്കെ, ഇനി നാലാമത് പറയാണ്. നാലാമത് നീ അവിടെ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മറ്റൊരു പ്രശ്നം സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റാണ്. നീ എന്ത് പ്രൊഡക്റ്റാണ് വിൽക്കുന്നത്, അതിന് പകരം അവിടെ എന്തിറങ്ങും? വേറെ പ്രൊഡക്റ്റ് ഇറങ്ങും അല്ലേ. ഇപ്പം നമുക്കറിയാം ചായക്ക് പകരം എന്തുണ്ട്? കോഫി ഉണ്ട് അല്ലേ. ചായക്ക് പകരം കോഫി ഉണ്ട്. അഡിഡാസിന് പകരം നൈക്ക് ഉണ്ട് അല്ലേ. അഡിഡാസിന് പകരം എന്തുണ്ട്? നൈക്ക് ഉണ്ട് അല്ലേ. ചെരുപ്പിന് പകരം ഷൂ ഉണ്ട്. അങ്ങനെ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പോൾ എന്താ നോക്കി, ഈ പേൻ എന്താ? ഈ പേന ഇതിപ്പോൾ ആപ്പിളിൻ്റെ ഒറിജിനൽ പേനയാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം എന്തുണ്ട്? മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകളുണ്ട് അല്ലേ. ഇതിന് ഏകദേശം ഇപ്പോൾ ഒരു 10,000 രൂപ വില ഉണ്ട് വിചാരിക്കാം. 10,000 രൂപ എന്താ ആപ്പിളിൻ്റെ ഒറിജിനൽ ടച്ച് സ്ക്രീൻ ഇതിന് പേനയാണ്. ഇതിന് പകരം നമുക്ക് എന്തുണ്ട്? ഫ്ലിപ്കാർട്ടിൽ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് 1000 രൂപേൻ്റെ പേനുണ്ട്, 2000 രൂപയുടെ പേനുണ്ട്, 3000 രൂപയുടെ പേനുണ്ട്. ഇതൊക്കെ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ. അപ്പോൾ ഒരാൾ 10,000 രൂപേൻ്റെ ആപ്പിളിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരിക്കലും അത് വാങ്ങൂല. എന്താ? ഇതിന് പകരം വേറെ ഉണ്ടല്ലോ, നമുക്ക് അത് വാങ്ങാമെന്ന് വിചാരിക്കും. അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ലേ. എൻ്റെ പ്രൊഡക്റ്റിന് സെയിൽ കിട്ടുമോ? സെയിൽ കിട്ടിയില്ല എനിക്ക് പ്രോഫിറ്റ് കിട്ടുമോ? കിട്ടൂല. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റും എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അഞ്ചാമത് പറയാണ്. അഞ്ചാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈവൽറി. എന്താ റൈവൽറി എന്ന് പറഞ്ഞാൽ? ശത്രുത ഉണ്ടാവും. ഞാനൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും. ആ ശത്രുത എവിടെ ഉണ്ടാവുക? പുറത്തുനിന്നാണോ? അല്ല, എക്സിസ്റ്റിംഗ് ഇപ്പം നിലവിൽ നിൽക്കുന്ന മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ ആരൊക്കെ ഉണ്ടോ അവർ പരസ്പരം എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ശത്രുത ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ലേ? പ്രശ്നമാണ്. ഇതാണ് മൈക്കിൾ പോർട്ടർ പറയുന്നത്. പുള്ളിക്കാരൻ പറയാണ്, എൻ്റെ അഭിപ്രായത്തിൽ, മൈക്കിൾ പോർട്ടറിൻ്റെ അഭിപ്രായത്തിൽ, ഒരു പുതിയൊരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോഴോ ഓൾറെഡി മാർക്കറ്റിനകത്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളോ ഉണ്ടെങ്കിൽ പുള്ളിക്കാരന് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ് അല്ലെ. പുതിയൊരു എൻട്രൻസ് കടന്നു വരും, അവരെ നമുക്ക് തടയണം. നമുക്ക് എന്ത് ഒരുപാട് അല്ലെ ബാരിയേഴ്സ് ടു എൻട്രി ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ് എന്ന് പറഞ്ഞു. തേർഡ് വൺ ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലൈസ് എന്ന് പറഞ്ഞു. ഫോർത്ത് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു. ഫിഫ്ത്ത് വൺ റൈവൽറി, ശത്രുത. ഓക്കെ, ഇതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചാപ്റ്റർ നോക്കാം, 1 by 1 ആക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ? പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ. എന്താണ് മൈക്കിൾ പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ എന്ന് പറഞ്ഞാൽ? നോക്കി, എവരി ബിസിനസ് ഓപ്പറേറ്റിംഗ് ഇൻ ദ കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ്. എല്ലാ ബിസിനസ്സും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കോമ്പറ്റീഷൻ വേൾഡിലാണ്. പരസ്പരം എന്തുണ്ട്? കോമ്പറ്റീഷൻ ഉണ്ടല്ലേ. ഞാൻ എന്ത് ബിസിനസ് ചെയ്യുന്നോ അതേ ബിസിനസ് ചെയ്യുന്ന വേറെ ഒരുപാട് പേര് അവരുണ്ട്. അപ്പോൾ പരസ്പരം എന്തുണ്ടാവും? കോമ്പറ്റീഷൻ ഉണ്ടാവും അല്ലേ. കോമ്പറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് എൻ ഇൻഡസ്ട്രി അപ്ലൈ എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ഹൗ ഫേം ഡെവലപ്പ് ദെയർ സ്ട്രാറ്റജി. നല്ല കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനി എന്ത് ചെയ്യുള്ളൂ? നല്ല സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ എന്തിന് ബാധിക്കും? ഹൗ ടു ഡെവലപ്പിംഗ് എ സ്ട്രാറ്റജി എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നതിന് എന്ത് ബാധിക്കും? ഈ പറഞ്ഞ കോമ്പറ്റീഷൻ എന്നെ ബാധിക്കും. ശരിയല്ലേ? ഒരു കോമ്പറ്റീഷനും ഇല്ല, ഞാൻ മാത്രമേ അവിടെ ഫേം ഉള്ളൂ, അത് മൊണോപ്പൊളി ആയില്ലേ. ഞാൻ എന്ത് ക്രിയേറ്റ് ചെയ്യില്ല? ഞാൻ സ്ട്രാറ്റജി ഒന്നും ഉണ്ടാക്കില്ല. ശരിയല്ലേ? ഓക്കെ, ഈ നെക്സ്റ്റ് പോയിന്റ്, പോർട്ടേഴ്സ് 5 ഫോഴ്സ് അനാലിസിസ് ഇസ് എ സിമ്പിൾ. അത് സിമ്പിളാണ്, ബട്ട് എഫിഷ്യൻറ്റ് വേ ഫോർ ഡിറ്റർമിനിങ്. നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും ഈ ഒരു പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡലിലൂടെ? ദ ഡിറ്റർമിനിങ് എന്ത് കണ്ടെത്താൻ പറ്റും? കീ സോഴ്സസ് ഓഫ് കോമ്പറ്റീഷൻ. ഏതൊക്കെയാണ് ഒരു കമ്പനിയിൽ ഈ ഒരു മാർക്കറ്റിനകത്ത് വരുന്ന കീ സോഴ്സസ്, ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് കോമ്പറ്റീഷൻ ഏതൊക്കെയാണ് ഇൻ ബിസിനസ് ഓർ ഇൻഡസ്ട്രി? ഒരു ഇൻഡസ്ട്രിയിലോ ഒരു ബിസിനസ്സിലോ വരാൻ ചാൻസ് ഇല്ല കീ സോഴ്സ് ഓഫ് കോമ്പറ്റീഷൻ അല്ലെ. അവിടെ വരാൻ ചാൻസ് ഇല്ല കോമ്പറ്റീഷൻ ഏതൊക്കെയാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ പവർഫുൾ ആൻഡ് വൈഡ്ലി യൂസ്ഡ് ടൂൾ ടു സിസ്റ്റമാറ്റിക്കലി ഡയഗ്നോസ് ദ സിഗ്നിഫിക്കൻറ്റ് കോമ്പറ്റേറ്റീവ് പ്രഷർ. ഇതൊരു നല്ലൊരു ടൂളാണ്.
സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. എന്തിനാ? ടു സിഗ്നിഫിക്കൻ്റ് കോമ്പറ്റേറ്റീവ് പ്രഷർ ഇൻ എ മാർക്കറ്റ് ആൻഡ് അസസ് ദ സ്ട്രെങ്ത് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച്. അത് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഒരു മാർക്കറ്റിൽ ഉണ്ടാവും, ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും അല്ലേ. ഇവർക്ക് പരസ്പരം ഇവർ എത്രത്തോളം സ്ട്രെങ്ത് ആണ്, ഇവർക്ക് എത്രത്തോളം വീക്ക്നെസ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവർക്ക് പരസ്പരം യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണെന്ത് ഈ പറയുന്ന മൈക്കിൾ പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ. ഓക്കെ, ഇനി പറയുകയാണ് ദ സ്ട്രാറ്റജിസ്റ്റ് ക്യാൻ യൂസ് 5 ഫോഴ്സ് മോഡൽ ടു ഡിറ്റർമിനിങ് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. വാട്ട് കോമ്പറ്റീഷൻ ഈസ് ലൈക്ക് ഇൻ ദ ഗിവൻ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയിൽ ഏത് ടൈപ്പ് ഒക്കെ കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സ്ട്രാറ്റജിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ 5 ഫോഴ്സ് മോഡൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ബൈ അണ്ടർടേക്കിംഗ് ദ ഫോളോയിങ് സ്റ്റെപ്പ്. താഴെ പറഞ്ഞ സ്റ്റെപ്പുകൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ താഴെ പറഞ്ഞ സ്റ്റെപ്പുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയിൽ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേറെ രൂപത്തിൽ എന്ത് പറയാം, ഒരു ആൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം ഫേസ് ചെയ്യാൻ ചാൻസ് ഇല്ല കോമ്പറ്റീഷൻ എങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഏതാ? ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്. ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്, ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്. നമുക്ക് ഡിസ്കസ് ചെയ്യല്ലേ, എന്താ ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്? ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ ഓൾറെഡി മാർക്കറ്റിലുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ മാർക്കറ്റിലോട്ട് ആര് കടന്നു വരുന്നത്? പുതിയ ഞാൻ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്യുന്നത് ഒരു ഫുട്വെയറിൻ്റെ ബിസിനസ് ആണ് അല്ലേ. അപ്പോൾ ആ ഫുട്വെയറിൻ്റെ ബിസിനസ് ചെയ്യുന്ന വേറൊരുത്തിന് മാർക്കറ്റിലോട്ട് കടന്നു വരുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. അതാണ് ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ. വായിച്ചു നോക്കി. ന്യൂ എൻട്രൻസ് ക്യാൻ റെഡ്യൂസ് ഇൻഡസ്ട്രീസ് പ്രോഫിറ്റബിലിറ്റി. കാരണം പുതിയൊരു ബിസിനസ് കൂടി വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീൻ്റെ പ്രോഫിറ്റ് അത്രത്തോളം കുറക്കാൻ പറ്റും അല്ലേ. ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു സെയിലുണ്ട് അല്ലേ. ഇനി വേറൊരുത്തം വന്നു കഴിഞ്ഞാൽ എൻ്റെ സെയിൽ അത്രയും കുറയില്ലേ. അതാ പറഞ്ഞത് ന്യൂ എൻട്രൻസ് റെഡ്യൂസ് ദ ഇൻഡസ്ട്രി പ്രോഫിറ്റബിലിറ്റി ബിക്കോസ് ദേ ആഡ് ന്യൂ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലീഡിങ് ടു ഇൻക്രീസിങ് ദ സപ്ലൈ ഓഫ് പ്രൊഡക്റ്റ് ഈവൻ അറ്റ് എ ലോ പ്രൈസ് അല്ലേ. ചിലപ്പോൾ പുതിയ വരുന്ന ആൾ എന്ത് ചെയ്യും? വില കുറച്ചിട്ട് സാധനം കൊടുക്കും. ചിലപ്പോൾ വില കുറച്ച് സാധനം കൊടുത്താൽ എന്തുണ്ടാവുക? വില കുറച്ച് സാധനം കൊടുത്താൽ എൻ്റെ അടുത്ത് ആരും വാങ്ങുമ്പോൾ നേരെ എന്ത് ചെയ്യും? ആളുകൾ നേരെ അങ്ങോട്ട് പോകും. ശരിയല്ലേ? അതാ പറഞ്ഞത് അല്ലേ. ടു ഇൻക്രീസ് ദ സപ്ലൈ ഓഫ് പ്രൊഡക്റ്റ് ഈവൻ അറ്റ് ലോ പ്രൈസ് ആൻഡ് ക്യാൻ സബ്സ്റ്റാൻഷ്യലി എറോഡ് എക്സിസ്റ്റിംഗ് ഫേംസ് മാർക്കറ്റ് ഷെയർ. അങ്ങനെ പതുക്കെ അവരെന്ത് ചെയ്യും? എക്സിസ്റ്റിംഗിൽ ഇപ്പോൾ ആരൊക്കെ മാർക്കറ്റിലുണ്ടോ അവരങ്ങനെ എന്ത് ചെയ്യും? അവരുടെ മാർക്കറ്റ് ഷെയർ കുറക്കാൻ തുടങ്ങും. അപ്പോൾ പുതിയ വരുന്ന ആൾ എന്താ ചെയ്യുക? നോക്കട്ടോ, പുതിയ വരുന്ന ആൾ എന്താ ചെയ്യുക? ലോ പ്രൈസിൽ അവന് സാധനം വിൽക്കാൻ നോക്കും. ഫസ്റ്റ് അവൻ എന്താ ചെയ്യുക? ലോ പ്രൈസിൽ സാധനം വിൽക്കാൻ നോക്കും. പിന്നെ ക്യാൻ സബ്സ്റ്റാൻഷ്യലി, പിന്നെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവൻ എന്താ ചെയ്യുക? എറോഡ്, അവൻ ഒഴിവാക്കാൻ നോക്കും. ഒഴിവാക്കാൻ നോക്കും? എക്സിസ്റ്റിംഗ് ഫേം മാർക്കറ്റ് ഷെയർ. എക്സിസ്റ്റിംഗ് ഫേമിൻ്റെ മാർക്കറ്റ് ഷെയർ പൊസിഷൻ അവൻ എന്ത് ചെയ്യും? കളയാൻ വേണ്ടി നോക്കും. ചുരുക്കി പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവിടെ ആധിപത്യം ശ്രമിക്കാൻ നോക്കും. അതാ പറയുന്നത് ന്യൂ എൻട്രൻസ് ആർ ഓൾവേസ് എ പവർഫുൾ സോഴ്സ് ഓഫ് കോമ്പറ്റീഷൻ. അപ്പോൾ കോമ്പറ്റീഷനിൽ ഏറ്റവും പവർഫുൾ ആണെന്ത്? ന്യൂ എൻട്രൻസ്. പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ വരും. എൻ്റെ സെയിൽ കുറയും, എൻ്റെ പ്രോഫിറ്റ് കുറയും, എല്ലാത്തിനും എന്ത് ചെയ്യും? ബാധിക്കും. ഓക്കെ, അപ്പോൾ ന്യൂ എൻട്രൻസ് എല്ലാ രൂപത്തിലും എന്ത് ചെയ്യും? ബാധിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് നോക്കാം നമുക്ക്. ഇനി എങ്ങനെ നമുക്ക് ന്യൂ എൻട്രൻസിനെ ഒഴിവാക്കാം? ആര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്? മൈക്കിൾ പോർട്ടർ പുള്ളിക്കാരൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ന്യൂ എൻട്രൻസ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അവർ നമുക്ക് എങ്ങനെ തടയാം അല്ലേ. ടു ഡിസ്കറേജ് ന്യൂ എൻട്രൻസ്. എന്താ ഡിസ്കറേജ്? എൻകറേജ് മീൻസ് പ്രോത്സാഹിപ്പിക്കുക, ഡിസ്കറേജ് മീൻസ് അവരെ തടയുക. ടു ഡിസ്കറേജ് ന്യൂ എൻട്രൻസ് എക്സിസ്റ്റിംഗ് ഫേം, നിലവിലുള്ള ഒരുപാട് ബിസിനസ്സുകാർ എന്ത് ക്രിയേറ്റ് ചെയ്താൽ മതി? ക്യാൻ ട്രൈ ടു റേസ് ബാരിയേഴ്സ് ടു എൻട്രി. അവർ എന്ത് ക്രിയേറ്റ് ചെയ്യും? ബാരിയേഴ്സ് ടു എൻട്രി ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കോമൺ ബാരിയേഴ്സ് ടു എൻട്രി ഇൻക്ലൂഡ്. ഇനി നമ്മൾ കുറച്ച് ബാരിയേഴ്സ് ടു എൻട്രി പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബാരിയേഴ്സ് ടു എൻട്രി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? പുതിയൊരാൾ ഇങ്ങോട്ട് വരാൻ അല്ലേ, പുതിയൊരാൾ മാർക്കറ്റിലോട്ട് കടന്നു വരില്ല അല്ലെ, പുതിയൊരാൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിൽ നിന്ന് തടയാൻ പറ്റും ഈ ബാരിയേഴ്സ് ടു എൻട്രി യൂസ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ബാരിയേഴ്സ് ടു എൻട്രി? നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ജസ്റ്റ് നോക്കി. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, സെക്കൻഡ് വൺ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, തേർഡ് വൺ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഫോർത്ത് വൺ സ്വിച്ചിങ് കോസ്റ്റ് അല്ലേ, പിന്നെ ഫിഫ്ത്ത് വൺ ബ്രാൻഡ് ഐഡൻറ്റിറ്റി, സിക്സ്ത് വൺ ആക്സസ് ടു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ആൻഡ് ലാസ്റ്റ് വൺ പോസിബിലിറ്റി ഓഫ് അഗ്രസീവ് റിറ്റൈലേഷൻ ബൈ എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സ്. ഇതാണ് നമുക്കിത് വൺ ബൈ വൺ ആക്കി എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, ദീസ് ആർ എക്സ്പ്ലെയിൻഡ് ബിലോ ആസ് ഫോളോ. ഫസ്റ്റ് പോയിന്റ് എന്താ? ഫസ്റ്റ് പോയിന്റ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഇതൊരു ബാരിയേഴ്സ് ടു എൻട്രിയാണ്. എന്താ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശരിക്കും നോക്കിട്ടോ, എന്താ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്? ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്, നിങ്ങൾ ആദ്യം ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഓക്കെ, ഇത് അത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കാരണം ഇത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യണം? ശരിക്കും മനസ്സിലാക്കണം. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ റിക്വയർമെൻറ്റിലെ ശരിക്കും നോക്കിട്ടോ. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നൊരു ഞാൻ ഓൾറെഡി മാർക്കറ്റിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫേമാണ്. ഓക്കെ, എനിക്ക് എന്തിൻ്റെ ബിസിനസ് ഉണ്ട്? എനിക്കൊരു ഫുട്വെയറിൻ്റെ ബിസിനസ് ഉണ്ട്. ഓക്കെ, ഫുട്വെയർ അല്ലെങ്കിൽ എന്ത് പറയാം? ചപ്പൽ അല്ലെ, ചെരുപ്പിൻ്റെ ബിസിനസ് ഉണ്ട്. അല്ലെങ്കിൽ എന്ത് പറയാം? ഒരു ഷൂവിൻ്റെ ബിസിനസ് ഉണ്ട് എനിക്ക്. ഓക്കെ, ഓൾറെഡി ഞാൻ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സിസ്റ്റിംഗ് ഫേമാണ് ഞാൻ. ഓക്കെ, എക്സിസ്റ്റിംഗ് ഫേമാണ്. ഓക്കെ, ഒരു എക്സിസ്റ്റിംഗ് ഫേം.
ഇനി ആ മാർക്കറ്റിലോട്ട് പുതിയൊരുത്തം വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് അവനെ എങ്ങനെയൊക്കെ തടയാൻ പറ്റും അല്ലേ? അതാണ്. അപ്പോൾ അവനെ എങ്ങനെ എനിക്ക് തടയാൻ പറ്റും? ഫസ്റ്റ് പറയാണ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. എന്താ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്? ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കിയേ. When a large amount of capital is required to enter an industry, the firm lacking fund are effectively barred from the industry, thus enhancing the profitability of existing firm in an industry. അവർ ഒന്നാമത് പറയുന്ന പോയിൻ്റാണ്, ശരിക്കും നോക്കട്ടോ. അവർ ഒന്നാമത് പറയാണ്, ഒരു പുതിയൊരു ഫേം അല്ലെ, ഒരു ഫേം മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഈ ഒരു പുതിയൊരു ഫേം അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ അവന് ക്യാപിറ്റൽ കുറച്ച് മതിയോ കൂടുതൽ വേണോ? അവന് ക്യാപിറ്റൽ വേണ്ട, പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ക്യാപിറ്റൽ എത്ര വേണം? ഹൈ. നല്ല ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഒരു ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ പുതിയൊരുത്തം വരുന്നുണ്ട്, അവന് പുതിയതായിട്ട് ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് ക്യാപിറ്റൽ ഹൈ ലെവൽ വേണം. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഹൈ ലെവൽ ക്യാപിറ്റൽ അവന് വേണം. അപ്പോൾ എക്സിസ്റ്റിംഗ് ഫേമായ ഞാനുണ്ടല്ലോ അല്ലേ, എക്സിസ്റ്റിംഗ് ഫേംസ് എന്താ ചെയ്യാറിയോ? ഇവന് എവിടെ നിന്നൊക്കെ ക്യാപിറ്റൽ കിട്ടുമോ? അതാണ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഈ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവന് എവിടെ നിന്നൊക്കെ പൈസ കിട്ടുമോ? ചിലപ്പോൾ ഈ പുതുതായിട്ട് വരുന്ന ആളുണ്ടാവില്ല, ചിലപ്പോൾ അവൻ എന്താ ചെയ്യുക വെച്ചാൽ പുതിയ ന്യൂ ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യും? അവന് ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? അവന് പുതിയ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ? അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ അവൻ്റെ ബിസിനസ്സോ അവൻ്റെ വണ്ടിയോ അവൻ്റെ വീടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ബാങ്കിൽ പ്ലഡ്ജോ അല്ലെങ്കിൽ മോഡ്ഗേജോ മോഡ്ഗേജ് അല്ലെങ്കിൽ ഹൈപ്പോത്തിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ബാങ്കിൽ അവൻ ഇതൊക്കെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ അവൻ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ആ പൈസ പൈസ കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ പൈസ ലോണായിട്ട് ബോറോ ഓഫ് ലോൺ അവന് പൈസ ബാങ്കിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ടായിരിക്കും അവൻ എന്തുണ്ടാവുക? പുതിയ ബിസിനസ്സിനകത്തോട്ട് വന്നിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ എക്സിസ്റ്റിംഗ് ഫേമുകൾ എന്താ ചെയ്യുക വെച്ചാൽ അവൻ എവിടുന്നൊക്കെ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും അല്ലേ? ഈ എക്സിസ്റ്റിംഗ് ഫേംസ് അവൻ എവിടെയൊക്കെ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവൻ എന്ത് ചെയ്യും? പോയിട്ട് ബ്ലോക്ക് ചെയ്യും. ആരാ ബ്ലോക്ക് ചെയ്യുക? ചിലപ്പോൾ ഇവർക്കൊരു അസോസിയേഷൻ ഉണ്ടാവും അല്ലേ? ഇവർ പോയിട്ട് ബ്ലോക്ക് ചെയ്യും. അവൻ എവിടുന്നൊക്കെ ക്യാപിറ്റൽ ക്യാപിറ്റൽ മീൻസ് വാട്ട്? അവൻ എവിടുന്നൊക്കെ ഫണ്ട് കിട്ടുമോ ആ ഫണ്ടൊക്കെ എന്ത് ചെയ്യും? പോയി ബ്ലോക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ ഫണ്ട് ബ്ലോക്ക് ചെയ്താൽ പിന്നെ അവന് അതിൽ പൈസ ഉണ്ടോ? ഇല്ല. പിന്നെ അവന് വന്ന് ബിസിനസ് ചെയ്യൂല. ഇതാണ് ഒന്നാമത്തെ ബാരിയേഴ്സ് ടു എൻട്രി. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ബിസിനസ് ഓപ്പൺ ആക്കാൻ ഹൈ ലെവൽ ഓഫ് ക്യാപിറ്റൽ വേണം. അപ്പോൾ ഈ പുതിയ വരുന്നാക്കി എവിടുന്നൊക്കെ ഫണ്ട് കിട്ടുമോ അതൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി വായിച്ചു നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, വെൻ എ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ടു എൻ്റർ എൻ ഇൻഡസ്ട്രി, ഒരു ഇൻഡസ്ട്രിയോട് വലിയ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേണ്ടി വരും അല്ലേ? അപ്പോൾ ഫേം ലാക്കിംഗ് ഫണ്ട് ആർ എഫക്റ്റീവ്ലി ബാഡ് ഫ്രം ദ ഇൻഡസ്ട്രി അല്ലെ? അവൻ എവിടുന്നും ഇൻഡസ്ട്രിയിൽ ബാഡ് ചെയ്യും. ബാഡ് എന്ന് പറഞ്ഞാൽ ബാഡ് മീൻസ് അവനെ തടയും അല്ലെ? അവൻ എവിടുന്നും ഏത് രൂപത്തിനും എവിടുന്നും എന്ത് കിട്ടൂല? ഫണ്ട് കിട്ടാത്ത അവസ്ഥയിലോട്ടായിട്ട് മാറും. അപ്പോൾ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് വേണ്ടേ? അപ്പോൾ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവന് ബിസിനസ് ചെയ്യാൻ പറ്റൂല. അതാ പറഞ്ഞത് ലാക്ക് ഓഫ് അതാണ് അവിടെ ലാക്കിംഗ് ഫണ്ട് അവൻ്റെ കയ്യിൽ ഉണ്ടാവില്ല അല്ലെ? ഫേം ലാക്കിംഗ് ഫണ്ട് ഇല്ലെങ്കിൽ അവൻ എന്തും ചെയ്യാൻ പറ്റൂല, ബിസിനസ്സും ചെയ്യാൻ പറ്റൂല. ദസ് എൻഹാൻസിങ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് ഫേംസ് ഇൻ ഇൻഡസ്ട്രി. അങ്ങനെയെങ്കിൽ ഇതെന്ത് ചെയ്യും? ഇത് എക്സിസ്റ്റിംഗ് ഫേംസിൻ്റെ പ്രോഫിറ്റ് കൂട്ടും അല്ലേ? അവൻ വന്നിട്ടില്ലെങ്കിൽ ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ടില്ലെങ്കിൽ അവന് ഷോപ്പ് ഓപ്പൺ ആക്കില്ല, ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? എക്സിസ്റ്റിംഗ് ഫേംസിൻ്റെ ബിസിനസ് എന്ത് ചെയ്യും? കൂടും. ഇതാണ് ഒന്നാമത്തെ ബാരിയേഴ്സ് ടു എൻട്രി, ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റാണിത്. രണ്ടാമത്തെ പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. നമുക്കിനി ഒരുപാട് സ്ഥലത്ത് പഠിക്കാനുള്ള പോയിൻ്റാണിത്, എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്നുള്ളത്. എന്താ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ? ഒരിക്കൽ നോക്കിക്കോ, പക്ക ബേസാണ്. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ പക്ക ബേസാണ്. ബേസ് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ശരിക്കും നോക്കിക്കോട്ടോ. ഞാനൊരു എക്സിസ്റ്റിംഗ് ഫേമാണ്. ഓക്കെ, ഞാൻ കാലിക്കറ്റ് ടൗണിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. കാലിക്കറ്റ് ടൗണിൽ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്വെയർ, ചപ്പൽസിന് ഞാൻ എന്ത് ചെയ്യാണ്? മാനുഫാക്ചർ ചെയ്യാണ്. ഓക്കെ, ചപ്പൽസ് ഞാൻ മാനുഫാക്ചർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. മാനുഫാക്ചറിങ് കമ്പനിയാണ്, ഞാൻ ചപ്പൽസ് മാനുഫാക്ചർ ചെയ്യാണ് അല്ലേ? ഇനി ഇങ്ങോട്ട് പുതിയൊരു ബിസിനസ് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പുതിയൊരു ബിസിനസ് വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാറിയോ? ഞാൻ എക്സിസ്റ്റിംഗ് ഫേം അല്ലേ? ഓക്കെ, ഞാൻ എക്സിസ്റ്റിംഗ് ഫേമാണ്. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അവൻ എത്രയാണോ പ്രൈസ് ഇടുന്നത് അതിനേക്കാളുള്ള വില എനിക്ക് കുറച്ച് കൊടുക്കണം അല്ലേ? അപ്പോൾ അവനേക്കാളുള്ള വില കുറച്ച് എനിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ബൾക്കായിട്ട് സാധനം പ്രൊഡ്യൂസ് ചെയ്യും. ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യും? ഞാൻ സാധനം പ്രൊഡ്യൂസ് ചെയ്യും. ബൾക്ക് ക്വാണ്ടിറ്റി മീൻസ് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഞാൻ സാധനം പ്രൊഡ്യൂസ് ചെയ്യും. ലാർജ് ക്വാണ്ടിറ്റിയിൽ സാധനം പ്രൊഡ്യൂസ് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വില കുറച്ച് കൊടുക്കാൻ പറ്റും, വില കൂട്ടി കൊടുക്കാൻ പറ്റും. വില എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ലോ പ്രൈസിൽ കൊടുക്കാൻ പറ്റും. ലോ പ്രൈസ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വില കുറച്ച് കൊടുക്കാൻ പറ്റും.
ഓക്കെയാണോ? ഞാൻ ഓൾറെഡി അറിയാവുന്ന എക്സിസ്റ്റിംഗ് ഫേമാണ്. ഞാൻ എന്ത് ചെയ്യുക, ബൾക്കായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ സാധനം പ്രൊഡ്യൂസ് ചെയ്യും. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ സാധനം പ്രൊഡ്യൂസ് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോ പ്രൈസിൽ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ഈ പേൻ ഉണ്ടല്ലോ അല്ലേ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ പേൻ ഉണ്ടല്ലോ അല്ലേ, ഈ പേന ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു കമ്പനി ഉണ്ട് വിചാരിക്കും, ഞാനിത് 1000 യൂണിറ്റ് സാധനം പ്രൊഡ്യൂസ് ചെയ്തു. 1000 യൂണിറ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു പേന ഞാൻ എത്ര രൂപയ്ക്ക് കൊടുത്തത്, ഒരു പേന ഞാൻ 500 റുപ്പീസ് 500 പെർ പെൻ. ഒരു പേന എന്ത് ചെയ്തു, ഞാൻ 500 രൂപയ്ക്ക് കൊടുത്തു. ഓക്കെ, ഒരു പേന ഞാൻ 500 രൂപയ്ക്കാണ് വിൽക്കണം വിചാരിക്കുക. അപ്പോൾ 1000 യൂണിറ്റ് പേന ഉണ്ടാക്കി ഞാൻ എന്ത് ചെയ്തു, 500 രൂപയ്ക്ക് വിൽക്കുന്നു. അതേ പേന ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു 1,00,000 അല്ലെ 1,00,000 യൂണിറ്റ് ഞാൻ എന്ത് ചെയ്തു, പേൻ ഉണ്ടാക്കി. 1,00,000 യൂണിറ്റ് പേൻ ഉണ്ടാക്കിയാൽ എനിക്ക് ആ 500 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ, അതിൽ കുറച്ച് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് അതിൽ കുറച്ച് കൊടുക്കാൻ പറ്റും അല്ലേ. ഞാൻ എന്ത് ചെയ്തു, ഒരു 350 രൂപയ്ക്ക് ഈ പേന കൊടുത്തു. 350 രൂപയ്ക്ക് എന്ത് ചെയ്തു, ഈ പേന വിറ്റു. നിങ്ങൾ ആലോചിക്കേ, അപ്പോൾ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയുന്നുണ്ട്, പെർ യൂണിറ്റ് കോസ്റ്റ്, ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് കുറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേ, ഞാൻ എക്സിസ്റ്റിംഗ് ഫേം അല്ലേ, ഞാൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറഞ്ഞ റേറ്റിന് കൊടുക്കാൻ പറ്റുമല്ലേ, കുറഞ്ഞ റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് അപ്പോൾ ജസ്റ്റ് അത്ര മനസ്സിലാക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറഞ്ഞ റേറ്റിന് സാധനം കൊടുക്കാൻ പറ്റും അല്ലേ. ഇനി എൻ്റെ ബിസിനസ് എന്താ പറഞ്ഞത്, ചപ്പൽ ബിസിനസ് അല്ലേ, ചപ്പൽ ബിസിനസ്. ഓക്കെ, അപ്പോൾ ചപ്പൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി തൊട്ടപ്പുറത്ത് ആര് വന്നിട്ടുണ്ട്, എൻ്റെ ഒരു കോമ്പറ്റീറ്റർ വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഇതാണ് ന്യൂ ബിസിനസ്. ഓക്കെ, ചപ്പൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി എൻ്റെ അപ്പുറത്ത് ആര് വന്നു, ഒരു കോമ്പറ്റീറ്റർ വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെരുപ്പ് കൊടുക്കുന്നത് 500 രൂപയ്ക്കാണ് വിൽക്കുന്നത് അല്ലേ. ഞാൻ എത്ര രൂപയ്ക്ക് വയ്ക്കണത്, ഞാനത് 350 രൂപയ്ക്ക് വയ്ക്കണത്. കാരണം എന്താ, ഞാൻ ബൾക്കായിട്ട് സാധനം ഉണ്ടാക്കുന്നുണ്ട്. ബൾക്കായിട്ട് സാധനം ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വാണ്ടിറ്റി വില കുറച്ച് കൊടുക്കാൻ പറ്റൂലേ. ബട്ട് അത് ഇവന് ചെയ്യാൻ പറ്റുമോ, പുതുതായിട്ട് വന്ന കോമ്പറ്റീറ്റർക്ക് ബൾക്കായിട്ട് സാധനം ഉണ്ടാക്കാൻ പറ്റുമോ, പറ്റൂല. എന്തുകൊണ്ടറിയോ, അവൻ്റെ ഫേമിന് ആർക്കെങ്കിലും അറിയോ, അറിയില്ല. അവൻ്റെ പുതിയൊരു ബിസിനസ് അല്ലേ, പുതിയൊരു ബിസിനസ്സാണ്, അവൻ്റെ കമ്പനി ആർക്കെങ്കിലും അറിയോ, ആർക്കും അറിയില്ല. അപ്പോൾ തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് പുതിയൊരു ബിസിനസ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് സാധനം ഉണ്ടാക്കാൻ പറ്റുമോ, പറ്റൂല. കാരണം അത് വിറ്റ് പോകുന്ന എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ, ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അവന് കുറച്ച് സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, കുറച്ച് സാധനം മാത്രമേ അവന് ഇറക്കാൻ പറ്റുള്ളൂ. കുറച്ച് സാധനം ഇറക്കി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, പറ്റ വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല, അവൻ നഷ്ടത്തിലാവും. അപ്പോൾ അവന് കുറച്ച് നോർമൽ പ്രൈസിൽ അവന് വിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്താ ചെയ്യുക, അത് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്യും, ഞാൻ ബൾക്കായിട്ട് സാധനം ഉണ്ടാക്കും. എനിക്കുണ്ടാക്കാം. കാരണം എന്താ, ഞാൻ ഓൾറെഡി മാർക്കറ്റിൽ ജോലി ചെയ്യുന്നൊരു കമ്പനിക്കാരനാണ്. ഞാൻ 10-15 വർഷം മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ഫേമാണ്. ഞാൻ 10-15 വർഷം ഇവിടെ കമ്പനിയിൽ അല്ലെ, ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു ബിസിനസ് മാനാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൾക്കായിട്ട് സാധനം ഉണ്ടാക്കാം. ബൾക്കായിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർ യൂണിറ്റ് കോസ്റ്റ് വില എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവന് എന്ത് ചെയ്യും, 500 രൂപയ്ക്ക് വിൽക്കും. ഞാൻ എന്ത് ചെയ്യും, അവൻ 500 രൂപയ്ക്ക് വിൽക്കും, ഞാൻ എന്ത് ചെയ്യും, 350 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ സെയിൽ ആർക്കാ കൂടുക, എനിക്കല്ലേ കൂടുക, ശരിയാണോ അല്ലേ. അവനത് കുറച്ച് വിൽക്കാൻ കഴിയൂല. അപ്പോൾ അങ്ങനെ കുറച്ച് വിൽക്കാൻ കഴിയില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, ബിസിനസ് നിർത്തിപ്പോവും. ഇതും എന്താണ്, ഇതിനെ പറഞ്ഞ പേരാണെന്ത്, എക്കണോമീസ് ഓഫ് സ്കെയിൽ. എന്താ എക്കണോമി എന്ന് പറഞ്ഞാൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ. എന്താ സ്കെയിൽ എന്ന് പറഞ്ഞാൽ, സ്കെയിൽ മീൻസ് ക്വാണ്ടിറ്റി അല്ലേ. സ്കെയിൽ നമുക്ക് എത്ര സ്കെയിൽ വേണം, ക്വാണ്ടിറ്റി ആണ് എന്ത് സ്കെയിൽ, ക്വാണ്ടിറ്റി. സ്കെയിൽ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയാണ്. എന്താ എക്കണോമി എന്ന് പറഞ്ഞാൽ നോർമൽ അല്ല, എക്കണോമിക്. നമുക്ക് നമ്മൾ ബിസിനസ് യാത്ര ചെയ്യുമ്പോൾ അവിടെ എക്കണോമിക് ഉണ്ടാവും, ബിസിനസ് കാറ്റഗറി ഉണ്ടാവും. ബിസിനസ് കാറ്റഗറി വില കൂടും, എക്കണോമിക്കിൽ എന്ത് ചെയ്യും, കുറച്ച് വില കുറയും അല്ലേ. അപ്പോൾ എക്കണോമി മീൻസ് നോർമൽ, വിച്ച് മീൻസ് നോർമൽ പ്രൈസിൽ സാധനം വിൽക്കുക അല്ലേ. ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, സ്കെയിൽ കൂട്ടുക, നോർമൽ പ്രൈസിൽ എന്ത് ചെയ്യുക, സാധനം വിൽക്കുക. നോർമൽ പ്രൈസിൽ അതാണ് എക്കണോമി മീൻസ് നോർമൽ പ്രൈസിൽ സാധനം വിൽക്കുക, സ്കെയിൽ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, കൂട്ടുക. അതിന് പറഞ്ഞ പേരാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. ചുരുക്കി പറഞ്ഞാൽ ബൾക്ക് അല്ലെ, ബൾക്കായിട്ട് എന്ത് ചെയ്യുക, സാധനം പ്രൊഡ്യൂസ് ചെയ്യുക. ബൾക്ക് സാധനം പ്രൊഡ്യൂസ് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, ലോ പ്രൈസിൽ സാധനം സെയിൽ ചെയ്യുക. ലോ പ്രൈസിൽ സാധനം എന്ത് ചെയ്യുക, സെയിൽ ചെയ്യുക, പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, സെയിൽ ചെയ്യുക. അതിനെ പറഞ്ഞ പേരാണെന്ത് എക്കണോമീസ് ഓഫ് സ്കെയിൽ. ഈ എക്കണോമീസ് ഓഫ് സ്കെയിൽ ആർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, എക്സിസ്റ്റിംഗ് ഫേംസിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂ ഫേംസിന് ചെയ്യാൻ പറ്റുമോ, അവർക്ക് ബൾക്കായിട്ട് സാധനം ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം വിറ്റ് പോകുന്നൊരു ഗ്യാരണ്ടി ഇല്ല. ഓക്കെ ആണോ. ഇനി വായിച്ചു നോക്കി എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് വായിച്ചു നോക്കി. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെഫിനേഷൻ വായിച്ചു നോക്കി, എക്കണോമീസ് ഓഫ് സ്കെയിൽ. കണ്ടോ, മെനി ഇൻഡസ്ട്രീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എക്കണോമീസ് ആക്ടിവിറ്റി ഡ്രിവൺ ബൈ ദ എക്കണോമീസ് ഓഫ് സ്കെയിൽ. എക്കണോമീസ് ഓഫ് സ്കെയിൽ റെഫേഴ്സ് ടു, എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ ഇൻ ദ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പെർ യൂണിറ്റ് ഓഫ് കോസ്റ്റ് പ്രൊഡക്ഷൻ കുറയും. എപ്പോഴാണ് കുറയുക, ആസ് വോളിയം ഗ്രോ, വോളിയം കൂടുന്നതിനനുസരിച്ച് പെർ യൂണിറ്റ് ഓഫ് കോസ്റ്റ് കുറയും. എ ലാർജ് ഫേം ക്യാൻ എൻജോയ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. വലിയ ഫേംസിന് മാത്രമേ എക്കണോമീസ് ഓഫ് സ്കെയിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാൻ പ്രൊഡ്യൂസ് ഹൈ വോളിയം ഓഫ് ഗുഡ്സ് അല്ലെ, ഹൈ വോളിയംസ് ഗുഡ്സ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അറ്റ് സക്സസീവ്ലി ലോ കോസ്റ്റിൽ അവർക്ക് ഹൈ വോളിയം ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദിസ് ട്രെൻഡ് ടു ഡിസ്കറേജ് ന്യൂ എൻട്രൻസ്. ഇതെന്ത് ചെയ്യും, ന്യൂ എൻട്രൻസിനെ ഡിസ്കറേജ് ചെയ്യും. കാരണം എന്താ, ന്യൂ എൻട്രൻസിന് ഹൈ വോളിയം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് വില കുറച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല. ദിസ് ഈസ് വാട്ട് എക്കണോമീസ് ഓഫ് സ്കെയിൽ.